ഇവിടെ അവർ രാത്രിയിലെ പാർട്ടി കഴിഞ്ഞ് ബീച്ചിൽ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവർ ഉണർന്നപ്പോൾ അവർ ബീച്ചിലാണ് ഉള്ളത്. കുറച്ചുപേർ കാറിലും മറ്റു ചിലർ പുറത്തും. അതിലൊരുത്തനാണെങ്കിൽ ഒരു വേരിലുമാണ് ഉള്ളത്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ അത് കാണുകയാണ്. അതായത് മണലിൽ നിന്ന് ഒരു പക്ഷി. അത് അവയും അത് പതിയെ മണലിൽ അഴന്നു പോവുകയും ചെയ്യുന്നു. മറ്റുള്ളവരോട് പറയുന്നതിനു മുമ്പ് ഒരു പെൺകുട്ടി മണലിൽ ഇറങ്ങുകയും അവൾ അവിടെ സ്റ്റേക്ക് ആവുകയും ചെയ്യുന്നു. അവളുടെ അലർച്ച കേട്ടപ്പോൾ കൂട്ടത്തിലെ ഒരുവൻ മണലിലേക്ക് ഇറങ്ങുകയും അവനും സ്റ്റക്കായി പോവുകയും പതിയെ മണലിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യുന്നു. അവർ അവരുടെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. കാരണം രാത്രി മുഴുവൻ നേരവും ലൈറ്റ് ഓൺ ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ ബാറ്ററി ഡൗൺ ആയിരുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് മണലിൽ ഏതൊരു തരത്തിലുള്ള മോൺസ്റ്റർ ഉണ്ടെന്ന്. ബീച്ച് ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും അവിടെ വരുമെന്ന് അവർ കരുതുന്നു. അവർ അവിടെ തന്നെ ആ പൊള്ളുന്ന വെയിലിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു കാലിയായ ഷെല്ല് കാണുന്നത്. അത് അവർക്ക് തലേ ദിവസം ലഭിച്ചതായിരുന്നു. ആ ഷെല്ലിൽ നിന്നും ഏതൊരു തരത്തിലുള്ള മോൺസ്റ്റർ മണലിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അവിടെ ആരും വരാത്തത് കൊണ്ട് ഒരുത്തൻ ദൂരെ ഒരു ബാഗ് വെച്ച സ്ഥലത്തേക്ക് അവർക്ക് ലഭിച്ച തിങ്സ് ഉപയോഗിച്ച് പോകാൻ ശ്രമിക്കുന്നു. അബദ്ധത്തിൽ അവൻ സ്ലിപ്പ് ആവുകയും മണലിലേക്ക് വീഴാൻ പോവുകയും ചെയ്യുന്നു. പക്ഷേ ഭാഗ്യത്തിന് അവന് ബാലൻസ് കിട്ടിയത് കൊണ്ട് വീണില്ല. പകരം മോൺസ്റ്ററിന്റെ ചില ഭാഗങ്ങൾ അവന്റെ ദേഹത്ത് സ്പർശിക്കുന്നു. അവൻ വേദനിച്ച് അവിടെ കിടക്കുന്നു. ശേഷം അവന്റെ വേദന കുറച്ച് കുറഞ്ഞപ്പോൾ അവൻ വാതി ചെക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അവന് വേദന വരികയും വീണ്ടും അവിടെ കിടക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവർക്ക് കാറിന്റെ ഡിക്കിയിൽ അവരുടെ ഫോൺ ഉണ്ടെന്ന് ഓർമ്മ വന്നത്. അവർ അത് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മണലിൽ ഇറങ്ങാതെ വേണം അത് എടുക്കാൻ. അവർ കാറിൽ നിന്നും ഇറങ്ങാതെ എടുക്കാൻ ശ്രമിക്കുന്നു. കാറിൽ നിന്നും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഡിക്കി തുറക്കുമ്പോൾ അവളുടെ കാൽ തട്ടുന്നു. അതുകൊണ്ട് ഡിക്കി തുറക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഒരു കാർ ഹോൺ അടിച്ചുകൊണ്ട് അതുവഴി വന്നത്. അവരുടെ ശ്രദ്ധ മാറിയതും അവളുടെ കൈ കാറിന്റെ ഡിക്കിയിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അവൾ വേദന കൊണ്ട് നിലവിളിക്കുന്നു. അപ്പോഴാണ് കാറിൽ ബീച്ച് കാത്തു സൂക്ഷിക്കുന്ന ഗാർഡാണെന്ന് മനസ്സിലായത്. അവർ അവരുടെ സഹായം ചോദിക്കുന്നു. മണലിൽ മോൺസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പെട്ടെന്ന് അയാളുടെ കയ്യിലെ ചാവി മണലിൽ വീഴുകയും അയാൾ അതെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ സമയം അയാളുടെ കൈ മണലിൽ സ്റ്റക്ക് ആവുകയും ചെയ്യുന്നു. പതിയെ അയാൾ ആ മണലിൽ താഴ്ന്നു പോകുന്നു. അങ്ങനെ അയാളും മരിച്ചു പോകുന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരുത്തനെ കയ്യിലേക്ക് അവർ ഒരു തുണി എറിഞ്ഞു കൊടുക്കുകയും അവനെ പിടിക്കാനുള്ള ശ്രമത്തിൽ അവിടെയുള്ള ചാരിൽ നിന്ന് തടിക്കഷണം മുറിഞ്ഞ് താഴെ വീഴുകയും അതിനെ കൂടെ അവനും മരിച്ചു പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം ആ ബിൽഡിങ്ങിൽ നിന്ന് അവൾ കാറിലേക്ക് എടുത്തു ചാടുന്നു. ശേഷം കൈയിടുക്കിയിൽ കുടുങ്ങിയവരുടെ കൈ കഷ്ടപ്പെട്ട് പുറത്തെടുപ്പിക്കുകയും അതേസമയം അവൾ വേദന കൊണ്ട് പുളയുകയും ചെയ്യുന്നു. അവർ തുണി വെച്ച് ആ കൈ മൂടി കെട്ടുന്ന ശേഷം അവർക്ക് കിട്ടിയ തടിക്കഷണം മണലിലേക്ക് ഇടുകയും അതിന്റെ മുകളിലൂടെ നടന്നു ഇപ്പുറത്തെ ബെഞ്ചിന്റെ അടുത്തെത്തുകയും ചെയ്യുന്നു. കുറച്ചു മുമ്പ് പരിക്കേറ്റ, അതായത് വയറിന് പരിക്കേറ്റവൻ അവിടെയാണ് ഉള്ളത്. അവർ അവന്റെ അടുത്തെത്തുന്നു. പക്ഷേ ആൾ അതുവഴി വരുമ്പോൾ അവളും മണലിൽ അകപ്പെടുന്ന ശേഷം അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അതേസമയം ചെയിനിൽ അകപ്പെട്ടവന്റെ രക്തം മണൽ ഒലിച്ചിറങ്ങുകയും അവനെ മൊത്തത്തിൽ മോൺസ്റ്റർ വീഴുകയും ചെയ്യുന്നു. ശേഷം അവരെ ഒരുത്തി കാറിന്റെ അടുത്തേക്ക് കാലിൽ തുണി കെട്ടി ഓടുന്നു. ശേഷം അവളെ കാറിന്റെ മുകളിൽ അബദ്ധത്തിൽ അവിടെ വഴുതി വീഴുന്നു. അവൾക്ക് ബോധം വരുമ്പോഴേക്കും രാത്രിയായിരുന്നു. പതിയെ ആ കാറിലെ സാധനങ്ങൾ ഉപയോഗിച്ച് അവർ 3 പേരും കാറിൽ കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ മൂന്നാമത്തവൾ കയറുമ്പോഴേക്കും മോൺസ്റ്റർ മണലിൽ നിന്നും പുറത്തു വരുന്നു. അവൾ പാഞ്ഞു കാറിന്റെ മുകളിൽ കയറുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 കേനിലെ പെട്രോൾ അതിന്റെ ദേഹത്തെടുത്ത് ഒഴിക്കുന്നു. ശേഷം അതിനെ തീ വയ്ക്കുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് പോകുന്നു. ശേഷം അവൾ കാറിൽ കയറുന്നു. പതിയെ അവർ അതിൽ കിടന്നുറങ്ങി പോകുന്നു. പിറ്റേ ദിവസം അതുവഴി വന്ന ഒരാൾ അവർക്ക് സഹായം ചെയ്യുന്നു. പക്ഷേ 3 പേരെ ഒരുത്തൻ മരിച്ചു പോയിരുന്നു. അതേപോലെ അവർ മനസ്സിലാക്കുന്നു ആ മോൺസ്റ്റർ കടൽ വഴി മറ്റെങ്ങോട്ടാ പോയെന്ന്. അങ്ങനെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു.